ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പാകിസ്ഥാനി ഡിഷാണ്, ചിക്കൻ കറാഹി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പാകിസ്ഥാനി ഡിഷാണ്, ചിക്കൻ കറാഹി. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിൽ കേട് ഒഴിക്കുന്നുണ്ട്. അത് പുളിയില്ലാത്ത കേട് വേണം നിങ്ങൾ ഒഴിക്കാൻ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീട്ടിലേക്ക് പോവാം. കമോൺ. ഹലോ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറാഹിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിന് കടായിയാണ് കൂടുതൽ നല്ലത് വെക്കാനായിട്ട്, ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ അയണിൻ്റെ കടായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അതെൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് ജാസ്തി ഒഴിക്കണം. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റീനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓയിൽ എടുക്കാം. അപ്പം ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ സ്റ്റാർ ഇല്ലേ, തക്കോലം, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം അതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഫുള്ളിൽ വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരട്ടെ ചിക്കൻ്റെ. അപ്പോൾ നമുക്ക് അടുത്തത് ചേർക്കാം. ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഓയിൽ ജാസ്തി യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്. നമ്മൾ ആദ്യം ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നവരെ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കന് വേണ്ട സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒഴിച്ച് കൊടുക്കാം. ഇത്രയും നേരം നമ്മൾ ഫ്ലെയിം ജാസ്തി ആയിട്ട് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ, മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പൊ ഈ ടൊമാറ്റോന്റെ ഈ തോലൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു ഇതാണ് അതിന്റെ പാകം. നമുക്കിതിങ്ങനെ എടുത്തു കൊടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പം നിങ്ങളെടുത്തിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. ഞാനിതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ടൊമാറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എരിവുള്ള ചില്ലി പൗഡർ തന്നെയാണ്. ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 15 മിനിറ്റിന്റെ മേലെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ടൊമാറ്റോ അതുപോലെ കിട്ടാനായിട്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം. ഇച്ചിരി കുറവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്നില്ല, അധികം പുളി വേണ്ട എന്നുള്ളത് കൊണ്ട് തൈരിന്റെ പുളി മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരമുറി ലൈമിന്റെ നീരെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ 3 പച്ചമുളക് ഇതുപോലെ റൗണ്ടായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നീളത്തിൽ അരിഞ്ഞ ജിഞ്ചറാണിത്. അത് നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ബോയിൽ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചിക്കൻ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മേലെ കുറച്ച് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതാണ് ചിക്കൻ കറാഹി. ചപ്പാത്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. വേണേ ഒന്നും കൂടെ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുക്കുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വേറെ വിഭവമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.